ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ എങ്ങനെയാണ് സം കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടായത്. അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം. ഇത് CBSE 10th സ്റ്റേറ്റിനും അതുപോലെ തന്നെ 11th മാത്തമാറ്റിക്സിലും +1 അതുപോലെ നമുക്ക് ICSEക്കൊക്കെ ഈ ഇക്വേഷൻസിൻ്റെ ഇത് എങ്ങനെ വന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു രസകരമായ കഥ. ഇത് കോൾ ഫ്രെഡറിക് ഗൗസ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ അദ്ദേഹം വളരെ വികൃതിയായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ടീച്ചർ പുറത്തേക്ക് പോകുന്ന സമയത്ത് കുട്ടികളോട് പറഞ്ഞു 1 തൊട്ട് 100 വരെയുള്ള നമ്പറുകൾ കൂട്ടുക. അപ്പോൾ എന്തായാലും ടീച്ചർ വിചാരിച്ചതിന് കുറച്ച് സമയം എടുക്കും, അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാം. പക്ഷേ ഈ മിടുക്കനായ വിദ്യാർത്ഥി സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ പറഞ്ഞു. അതാണ് പിന്നീട് ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം കാണാനുള്ള ഒരു ഇക്വേഷനായിട്ട് വന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 1 തൊട്ട് 100 വരെയുള്ള നമ്പർ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം ഈ വിദ്യാർത്ഥി വളരെ ഈസി ആയിട്ട് പറഞ്ഞു. അത് 5050 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ 10 വരെയുള്ളതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. നോക്കൂ, ഈ വിദ്യാർത്ഥി എന്ത് എഴുതി 1 to 10 വരെയുള്ള നമ്പറുകൾ എങ്ങനെ എഴുതി. 100 വരെയാണ് ക്ലാസ് നടന്നത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. 10 തൊട്ട് 1 വരെയുള്ള നമ്പറുകൾ തിരിച്ചെഴുതി. അപ്പോൾ നോക്കൂ, ഈ 1ഉം 10ഉം കൂടി ആഡ് ചെയ്ത് 11 കിട്ടും. 2 9 ആഡ് ചെയ്ത് 11 കിട്ടും. 3 8 ആഡ് ചെയ്ത് 11 കിട്ടും. 4 7 ആഡ് ചെയ്ത് 11 കിട്ടും. 5 6 ആഡ് ചെയ്ത് 11 കിട്ടും. 6 5 ആഡ് ചെയ്ത് 11 കിട്ടും. 7 4 ആഡ് ചെയ്ത് 11 കിട്ടും. 8 + 3 ചെയ്ത് 11 കിട്ടും. 9 + 2 ചെയ്ത് 11 കിട്ടും. 10 + 7 ചെയ്ത് 11 കിട്ടും. അപ്പോൾ ഇവിടെ 10 സംഖ്യകളുള്ളപ്പോൾ ഇവിടെ എന്ത് വന്നു? 11 അദ്ദേഹം എന്ത് ചെയ്തു? 11 × 5 ചെയ്തു. അപ്പോൾ 55 കിട്ടി. അപ്പോൾ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കി. 1 + 2 3 + 3 6 + 4 10 15 21 28 36 45 55. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സം എന്ന് പറയുന്നത് 55 ആണ്. ഇത് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചെഴുതി. മൊത്തം 10 നമ്പറുകളാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പകുതിയെ 11 കൊണ്ട് എന്ത് ചെയ്തു? 55 കിട്ടി. ഇതുപോലെ 1 മുതൽ 100 വരെയുള്ള നമ്പറുകളെ നമുക്ക് എങ്ങനെ ചെയ്യാം? 1ന് ശേഷം തലതിരിച്ച് ഇവിടെ 100 എന്ന് എഴുതാം, ഇവിടെ 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 101 വരും, ഇവിടെയും 101 വരും. അപ്പോൾ അങ്ങനെ 100 നമ്പറുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 50 പെയറുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ 101 × 50 അങ്ങനെയാണ് 5050 എന്ന് പറയുന്ന ആൻസർ വന്നത്. ഇനി എങ്ങനെയാണ് ഇത് APയിൽ വരുന്നതെന്ന് അറിയാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് APയുടെ സം കാണാനുള്ള ഇക്വേഷൻ, അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ. SN എന്ന് പറയുന്നത് എന്താണ്? n/2. അപ്പോൾ ഇവിടെ ഇദ്ദേഹം എന്താ ചെയ്തത്? മൊത്തം 100 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി, ദാറ്റ് ഈസ് n/2, 50 ചെയ്തു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 1 ആണ്, പ്ലസ് ലാസ്റ്റ് ടേം. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെയാണ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ വന്നത്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത് n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഇങ്ങനെ നമുക്ക് ഏത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഏതൊക്കെ സംഖ്യകളിൽ വേണമെങ്കിൽ സം നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ നിങ്ങൾക്ക് 1000 വരെയുള്ള നമ്പറുകളുടെ സം കാണണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണ്. ഇനി അതല്ല മറ്റൊരു സീക്വൻസിൻ്റെ ആണെങ്കിൽ ഏത് സീക്വൻസ്, ഇപ്പോൾ 10000 വരെയുള്ള നമ്പറുകളുടെ സം നമുക്ക് കാണാം. ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് കാണാം. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്. ഇത് ഓർത്തിരിക്കുന്ന കുട്ടിക്ക് ഈ ഇക്വേഷൻ എപ്പോഴും പഠിക്കേണ്ട തന്നെ കാര്യമില്ല. അല്ലാതെ തന്നെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. SM = n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം.